വാടാനപ്പള്ളി ഉപ്പുപടന്ന പ്രദേശവാസികൾ ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ പ്ലാന്റ് ഉപരോധിച്ചു. സർവീസ് റോഡ് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്ലാന്റ് ഉപരോധിച്ചത്. അനിൽ വിവരങ്ങളുമായി ചേരുന്നു. അനിൽ, ഇപ്പോഴും നിലവിൽ പ്രതിഷേധം തുടരുകയാണോ? ദേശീയപാത അധികൃതരുമായി സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? എന്താണ് നാട്ടുകാർ ആരോപിക്കുന്ന പ്രശ്നം? അതെ, ഈ വാടാനപ്പള്ളി പഞ്ചായത്തിലെ 7ാം വാർഡിലെ ഉപ്പുപടന്ന പ്രദേശത്തെ 80ഓളം കുടുംബങ്ങളാണ് സർവീസ് റോഡ് വേണമെന്ന ആവശ്യവുമായി ഇവിടെ 5 ദിവസമായി ധർണ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടികളും ഉണ്ടാകാത്തതിനെ തുടർന്ന് അവർ ഇന്ന് ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ പ്ലാന്റ് ഉപരോധിക്കുകയാണ്. അനുകൂലമായ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഉപരോധം ശക്തമായി മുന്നോട്ട് മുഴുവനായി തുടരുമെന്നാണ് പറയുന്നത്. ഇതിനിടയിൽ ദേശീയപാതയുടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ചർച്ചയ്ക്ക് വരുമെന്നും ചർച്ച ചെയ്ത് തീരുമാനമുണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ സ്ഥലത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ടോ? പ്രതിഷേധം ഒരു സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ടോ? എങ്ങനെയാണ് നിലവിലെ അവസ്ഥ? സംഘർഷാവസ്ഥയൊന്നും തുടരുന്നില്ല. ജനങ്ങൾ സമാധാനപരമായി തന്നെയാണ് ഉപരോധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് പ്രദേശത്ത് കാവലുണ്ട്. 5 ദിവസമായിട്ടും ദേശീയപാത അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു മറുപടിയും ലഭിച്ചിട്ടില്ലേ? ഇല്ല. ഒരു നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഇന്നവർ ഉപരോധ സമരവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ശരി, അനിൽ, വിശദാംശങ്ങൾ നൽകിയതിന്. വാടാനപ്പള്ളി ഉപ്പുപടന്ന പ്രദേശവാസികൾ ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ പ്ലാന്റ് ഉപരോധിച്ചു. കഴിഞ്ഞ 5 ദിവസമായി സർവീസ് റോഡ് വേണമെന്ന ആവശ്യവുമായി ഈ പ്രദേശത്തെ നാട്ടുകാർ ധർണയിലായിരുന്നു. ഇന്നാണ് പ്ലാന്റ് ഉപരോധിച്ചത്. പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ അധികൃതർ കൃത്യമായ ഒരു മറുപടി ഇതുവരെ നാട്ടുകാർക്ക് നൽകിയിട്ടില്ല. വിവരങ്ങളാണ് അനിൽ നൽകിയത്.